ക്രിക്കറ്റ് ലോകത്തെ രണ്ട് അകാല വിരമിക്കലുകളാൽ ശ്രദ്ധേയമായിരുന്നു കഴിഞ്ഞ ദിനങ്ങൾ. രാജ്യാന്തര ട്വന്റി അരങ്ങേറ്റത്തിൽ ഒരു ഇന്ത്യക്കാരന്റെ ഏറ്റവും മികച്ച ബോളിംഗ് പ്രകടനം എന്ന റെക്കോർഡ് കുറിച്ച ബരീന്ദർ സ്രാൻ 2 മത്സരങ്ങളുടെ മാത്രം പരിചയ സമ്പത്തുമായി വിരമിക്കൽ പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ദിനമാണ്. മറ്റൊന്ന്, ഇന്ത്യക്കെതിരെ അരങ്ങേറ്റ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി തികച്ച ഓസ്ട്രേലിയൻ ഓപ്പണിംഗ് ബാറ്ററായ വിൽ പ്യൂക്കോസ്കി. 26-ാമത്തെ വയസ്സിലാണ് പ്യൂക്കോസ്കി ക്രിക്കറ്റിനോട് വിട പറയുന്നത്. തുടർച്ചയായി തലക്ക് പന്തേറ് കിട്ടുകയും തലക്കറക്കവും സ്ഥിരമായതോടുകൂടിയാണ് അദ്ദേഹം ക്രിക്കറ്റിൽ നിന്നും വിട പറഞ്ഞത്. 2 അകാല വിരമിക്കലുകൾ, 2 നഷ്ടങ്ങൾ, സ്വപ്ന സമാന തുടക്കങ്ങൾക്ക് ശേഷം ഇല്ലാതായ 2 കരിയറുകൾ. ബരീന്ദർ സ്രാൻ രാജ്യാന്തര ക്രിക്കറ്റിൽ 2 ട്വന്റി മത്സരങ്ങൾക്ക് പുറമെ 6 ഏകദിനങ്ങളും മാത്രം കളിച്ചാണ് 31-കാരനായ അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിച്ചത്. ട്വന്റി അരങ്ങേറ്റത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ സിംബാബ്വെക്കെതിരെ 4 ഓവറിൽ 10 റൺസ് മാത്രം വഴങ്ങി 4 വിക്കറ്റ് എടുത്ത സ്രാന്റെ പ്രകടനം ആ സമയത്ത് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഇന്നും അരങ്ങേറ്റത്തിൽ ഒരു ഇന്ത്യക്കാരന്റെ ഏറ്റവും മികച്ച ബോളിംഗ് പ്രകടനമാണ് T20യിൽ ആ ഒരു പ്രകടനം. ഏകദിനത്തിൽ 6 മത്സരങ്ങളിൽ നിന്നും 7 വിക്കറ്റും ട്വന്റിയിൽ 2 മത്സരങ്ങളിൽ നിന്നും 6 വിക്കറ്റുമാണ് ബരീന്ദർ സ്രാനിന്റെ സമ്പാദ്യം. 2016 ജനുവരിയിൽ ഓസ്ട്രേലിയക്കെതിരെ പെർത്തിൽ നടന്ന ഏകദിന മത്സരത്തിൽ രാജ്യാന്തര അരങ്ങേറ്റം കുറിച്ച ബരീന്ദർ സ്രാനിന്റെ അവസാനത്തെ രാജ്യാന്തര മത്സരവും അതേ വർഷം തന്നെ ജൂണിലായിരുന്നു. സിംബാബ്വെക്കെതിരെ ഹരാരയിൽ നടന്ന ട്വന്റി മത്സരം അദ്ദേഹത്തിന്റെ അരങ്ങേറ്റം. 6 മാസത്തിനിടെ കളിച്ച 6 ഏകദിനങ്ങളിലും 2 ട്വന്റി മത്സരങ്ങളിലും ഒതുങ്ങി ഈ 31-കാരന്റെ രാജ്യാന്തര കരിയർ. ഒരു നഷ്ടസ്വപ്നം പോലെ. സജീവ ക്രിക്കറ്റിൽ നിന്നും വിരമിക്കുമ്പോൾ ഏറ്റവും നന്ദിയോടെയാണ് ഞാൻ പിന്നിട്ട കാലം ഓർക്കുന്നത്. 2009-ൽ ഇവിടേക്ക് എത്തിപ്പെട്ടത് മുതൽ ക്രിക്കറ്റ് എനിക്ക് സമ്മാനിച്ചിട്ടുള്ള അനുഭവങ്ങൾ അവിസ്മരണീയമാണ്. എൻ്റെ രാജ്യാന്തര കരിയർ തീരെ ഹ്രസ്വമായിരുന്നെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ എക്കാലവും എൻ്റെ മനസ്സിലുണ്ടാകും എന്നാണ് വിരമിക്കൽ കുറിപ്പിൽ ഇൻസ്റ്റഗ്രാമിൽ സ്രാൻ കുറിച്ചത്. IPLൽ നേരത്തെ പഞ്ചാബ് കിങ്സ്, രാജസ്ഥാൻ റോയൽസ്, അതുപോലെ മുംബൈ ഇന്ത്യൻസ്, സൺറൈസേഴ്സ് ഹൈദരാബാദ് തുടങ്ങിയ ടീമുകൾക്കായി കളിച്ചിട്ടുള്ള താരമാണ് ബരീന്ദർ സ്രാൻ. 2019-ൽ മുംബൈ ഇന്ത്യൻസ് കിരീടം ചൂടുമ്പോൾ ബരീന്ദർ സ്രാനും ആ ടീമിൽ അംഗമായിരുന്നു. 24 മത്സരങ്ങളിൽ നിന്നും 9.40 എക്കണോമി റേറ്റിൽ 18 വിക്കറ്റുകളാണ് അദ്ദേഹത്തിന്റെ IPL സമ്പാദ്യം. ഇനി അപ്പുറം ഓസ്ട്രേലിയയിൽ പ്യൂക്കോസ്കിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓസ്ട്രേലിയയുടെ ഭാവി വാഗ്ദാനമാകാൻ കെൽപ്പുള്ള താരമായിരുന്നു പ്യൂക്കോസ്കി. തലക്ക് തുടർച്ചയായി ഏറ് കിട്ടിയത് തന്റെ മാനസിക ആരോഗ്യത്തെ ബാധിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയിട്ടായിരുന്നു വിൽ പ്യൂക്കോസ്കിയുടെ വിരമിക്കൽ. ആരോഗ്യ വിദഗ്ധരുമായി ചർച്ച ചെയ്തതിനു ശേഷം അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിക്കുകയായിരുന്നു കഴിഞ്ഞ ദിനങ്ങളിൽ. ക്രിക്കറ്റ് ഓസീസിനായി ഓസ്ട്രേലിയൻ ക്രിക്കറ്റിനായി ഒരു ടെസ്റ്റ് മത്സരം മാത്രമാണ് അദ്ദേഹത്തിന് കളിക്കാൻ സാധിച്ചത്. 2021-ൽ ഇന്ത്യക്കെതിരെ സിഡ്നിയിൽ വെച്ച് നടന്ന ആ മത്സരമാണ് അദ്ദേഹത്തിന്റെ ഏക മത്സരം. ആ മത്സരത്തിൽ അദ്ദേഹം 62 റൺസ് തികച്ചിട്ടുണ്ട്. അതിനുശേഷം അടുത്ത ടെസ്റ്റിന് മുമ്പായി പരിക്ക് കാരണം പുറത്താവുന്നു. 2024 മാർച്ചിൽ ഷെഫീൽഡ് ഫീൽഡ് മത്സരത്തിനിടെ ഫാസ്റ്റ് ബോളർ റൈലി മെരഡിത്തിന്റെ പന്ത് ഹെൽമെറ്റിൽ ഇടിച്ചാണ് പ്യൂക്കോസ്കിക്ക് അടുത്തിടെ തലച്ചോറിന് ക്ഷതമേൽക്കുന്നത്. ഇതോടെ ലെസ്റ്റർഷെയറുമായുള്ള കരാർ തന്നെ അദ്ദേഹത്തിന് ഉപേക്ഷിക്കേണ്ടതായി വന്നു. ആ സമയത്ത് കരിയറിൽ വിക്ടോറിയയ്ക്ക് വേണ്ടി 36 ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങൾ കളിച്ച താരം 7 സെഞ്ചുറികൾ ഉൾപ്പെടെ 46 ശരാശരിയിൽ 2350 റൺസാണ് നേടിയത്. 2017-ലായിരുന്നു പ്യൂക്കോസ്കിയുടെ ഫസ്റ്റ് ക്ലാസ് അരങ്ങേറ്റം. പിന്നാലെ 2 ഇരട്ട സെഞ്ചുറികൾ ഉൾപ്പെടെ മികച്ച പ്രകടനങ്ങളോടെ അദ്ദേഹം സീനിയർ ടീമിൽ എത്താൻ കഴിവുള്ള താരമെന്ന പേര് സമ്പാദിച്ചിരുന്നു ആ സമയത്ത്. എന്നാൽ വിവിധ ആഭ്യന്തര ടൂർണമെന്റുകൾക്കിടെ തലയ്ക്കേറ്റ ശക്തമായ ക്ഷതങ്ങൾ അദ്ദേഹത്തിന്റെ കരിയറിന് കടിഞ്ഞാനിടുകയായിരുന്നു. പ്യൂക്കോസ്കിയുടെ അരങ്ങേറ്റത്തിലും ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. അരങ്ങേറ്റ ടെസ്റ്റിൽ നേരത്തെ പറഞ്ഞതുപോലെ വരവറിയിച്ച ഈ ഓസീസ് ഓപ്പണർ അദ്ദേഹം ആ സമയത്ത് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. 3 വർഷം മുമ്പ് ഇന്ത്യക്കെതിരെ സിഡ്നിയിൽ നടന്ന ആ ഒരു ടെസ്റ്റിൽ ഓസീസിനായി ആദ്യ ഇന്നിംഗ്സിൽ നവദീപ് സൈനിയുടെ പന്തിൽ പുറത്താവുന്നതിന് മുമ്പ് 50 അടിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അന്താരാഷ്ട്ര കരിയറിലെ തന്റെ സാന്നിധ്യം അറിയിച്ച ആ ഒരു തുടക്കം. സാധാരണഗതിയിൽ ഇങ്ങനെയൊരു കളിക്കാരനെ കുറിച്ച് ഈ പേര് പറയുമ്പോൾ ആ പേരാവും ഒരുപക്ഷെ ആരെയും കൗതുകം കൊള്ളിക്കുക. ഒരു വല്ലാത്ത പേരാണ്, പ്രത്യേകതരം പേരാണ് വിൽ പ്യൂക്കോസ്കി. ചെക്കോസ്ലോവാക്യൻ വേരുകളുള്ള പ്യൂക്കോസ്കിയുടെ പിതാവായ ജെയിൻ സെർബിയയിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് ഒരു ഘട്ടത്തിൽ കുടിയേറുകയായിരുന്നു. പല കാലങ്ങളിലായി ഇങ്ങനെ മറ്റു രാജ്യങ്ങളിൽ നിന്നും കുടിയേറി മറ്റു രാജ്യങ്ങളിൽ പ്ലേയിങ് 11-ൽ ഇടം പിടിച്ചവർ ഒരുപാടുണ്ട്, നമുക്കറിയാം. ഓസീസ് ടീമിലാണെങ്കിൽ തന്നെ ഉസ്മാൻ ഖ്വാജയെ പോലുള്ളവരുണ്ട്. ഇംഗ്ലീഷ് ടീമിലാണെങ്കിൽ ബെൻ സ്റ്റോക്സ് ന്യൂസിലാൻഡുകാരനാണ്, നമുക്കറിയാം. മൊയിൻ അലിയും ആദിൽ റഷീദും ജോഫ്ര ആർച്ചറും ഒക്കെ ഇങ്ങനെ മറ്റു രാജ്യങ്ങളിൽ നിന്നും വന്ന് മറ്റൊരു രാജ്യത്തിനായി അരങ്ങേറി വിജയകരമായ കരിയർ ഉള്ളവരാണ്. അതായത് ക്രിക്കറ്റിന് നല്ല വേരുകളുള്ള ഒരു രാജ്യത്തിൽ
നിന്നും ക്രിക്കറ്റിന് നല്ല പേരുകളുള്ള മറ്റു രാജ്യങ്ങളിലേക്ക് കളിക്കാൻ പോയി അവരുടെ ടീമുകളിൽ ഇടം പിടിച്ചവരാണ് ഇവരൊക്കെയും. പക്ഷേ പ്യൂക്കോസ്കിയും ഇവരും തമ്മിൽ മറ്റു ചില വ്യത്യാസങ്ങളുമുണ്ട്. ക്രിക്കറ്റിന് പ്രത്യേകിച്ച് വേരുകളൊന്നുമില്ലാത്ത ചെക്കോസ്ലോവാക്യയിൽ നിന്നാണ് അദ്ദേഹം അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക്, അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് അദ്ദേഹം അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് വരുന്നത്. 2016-17 സീസണിൽ അണ്ടർ-19 നാഷണൽ ചാമ്പ്യൻഷിപ്പിലെ തുടർച്ചയായ 4 സെഞ്ചുറികൾ നേടിയപ്പോഴാണ് പ്യൂക്കോസ്കി ശ്രദ്ധ പിടിച്ചുപറ്റുന്നത് അങ്ങ് ഓസീസിൽ. അന്ന് ആ സീരീസിൽ 8 ഇന്നിംഗ്സിൽ നിന്നും അദ്ദേഹം നേടിയത് 650 റൺസാണ്. 2018 ഒക്ടോബറിൽ വാക്കയിൽ വെച്ച് വെസ്റ്റേൺ ഓസ്ട്രേലിയക്ക് എതിരെ വിക്ടോറിയക്ക് വേണ്ടി ഡബിൾ സെഞ്ചുറി നേടുമ്പോൾ ഡീൻ ജോൺസിന് ശേഷം ഈ ഒരു നേട്ടം കൈവരിക്കുന്ന രണ്ടാമനായി മാറിയിരുന്നു പ്യൂക്കോസ്കി. 21 വയസ്സിനുള്ളിൽ ഷെഫീൽഡ് ട്രോഫിയിൽ ഡബിൾ അടിക്കുന്ന 9ാമത്തെ മാത്രം പ്ലെയറായി മാറിയിരുന്നു. എന്നാൽ ആ മാസം തന്നെ മാനസികാരോഗ്യത്തിന്റെ പേരിൽ വിഷാദം ഒരുപാട് അലട്ടിയിരുന്ന പ്യൂക്കോസ്കി ക്രിക്കറ്റിൽ നിന്നും താൽക്കാലികമായി താൻ വിട്ടുനിൽക്കുകയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഏവരെയും അന്ന് അമ്പരപ്പിക്കുകയും ചെയ്തിരുന്നു. 2019 ജനുവരിയിലാണ് അദ്ദേഹത്തെ ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയിലേക്ക് ഓസീസ് ടീമിലേക്ക് വിളിക്കുന്നത്. എന്നാൽ ആ സീരീസിലെ ഒരു മത്സരത്തിലും പ്ലേയിങ് 11-ൽ ഉൾപ്പെടാനുള്ള ഭാഗ്യം അന്ന് പ്യൂക്കോസ്കിക്ക് ലഭിച്ചിരുന്നില്ല. അന്ന് നടന്നുകൊണ്ടിരുന്ന ആ ഒരു ടെസ്റ്റ് പരമ്പരയ്ക്കിടെ തന്നെ അദ്ദേഹത്തിന് മെന്റൽ ഹെൽത്ത് ചികിത്സയ്ക്കായി ഓസീസ് ടീം അവധി അനുവദിക്കുകയും ചെയ്തിരുന്നു. ആ സമയത്ത് 2019-20 സീസൺ ആയപ്പോഴേക്കും ഓസീസിലെ വളർന്നു വരുന്ന യുവതാരങ്ങളുടെ നോട്ടബിളായ 6 പേരുടെ ലിസ്റ്റിൽ പ്യൂക്കോസ്കിയും ഉൾപ്പെട്ടിരുന്നു. ആ സീസണിൽ പ്യൂക്കോസ്കി ഷെഫീൽഡ് ഷീൽഡ് ടൂർണമെന്റിൽ തുടർച്ചയായി 2 ഡബിളുമായിട്ട് തിളങ്ങുകയും ചെയ്തിരുന്നു ആ സമയത്ത്. പിന്നീടാണ് 2020 വീണ്ടും അദ്ദേഹം ടെസ്റ്റ് സീരീസിലേക്ക്, ഇന്ത്യക്കെതിരായ ആ ഒരു പരമ്പരയിലേക്ക് അദ്ദേഹത്തിന് വീണ്ടും വെളിയെത്തുന്നത്. ഇത്തവണ പക്ഷേ ഇന്ത്യക്കെതിരെ അദ്ദേഹം അരങ്ങേറുന്നു. അതിനൊപ്പം തന്നെ അർദ്ധ സെഞ്ചുറിയുമായി തിളങ്ങുകയും ചെയ്യുന്നു. മുൻ താരമായ ആൻഡ്രൂ മക്ഡൊണാൾഡാണ് അന്ന് അദ്ദേഹത്തിന് ബാഗി ഗ്രീൻ ക്യാപ്പ് നൽകി അനുഗ്രഹിച്ച് കളിക്കാനായി വിട്ടത്. അങ്ങനെ ആ ടെസ്റ്റിൽ അദ്ദേഹം അർദ്ധ സെഞ്ചുറിയുമായി തുടങ്ങിയെങ്കിലും പിന്നീട് ആ മത്സരത്തിനിടെ തന്നെ ഫീൽഡ് ചെയ്യുന്നതിനിടെ ഏറ്റ പരിക്ക് അദ്ദേഹത്തെ 6 മാസത്തേക്കാണ് ആ സമയത്ത് കളിക്കളത്തിൽ നിന്നും മാറി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാക്കുന്നത്. അന്ന് ഇന്ത്യക്കെതിരെ ആ ഒരു 50 അടിച്ച 5ാമത്തെ, അരങ്ങേറ്റത്തിൽ തന്നെ 50 അടിച്ച 5ാമത്തെ ഓസീസ് ഓപ്പണറായി പ്യൂക്കോസ്കി മാറിയിരുന്നു. 2018 ആരോൺ ഫിഞ്ച് ആയിരുന്നു അവസാനമായി ഇങ്ങനെ അരങ്ങേറ്റ ടെസ്റ്റിൽ 50 നേടുന്നത്. പിന്നീട് 2021 ഒക്ടോബറിൽ തിരിച്ചെത്തിയെങ്കിലും ട്രെയിനിങ് സെഷനിൽ വെച്ച് തലയ്ക്ക് പന്തുകൊണ്ട് വീണ്ടും അദ്ദേഹം പരിക്കിന്റെ പിടിയിലേക്ക് വീഴുന്നു. ഏതായാലും ഇങ്ങനെയുള്ള വിരമിക്കലോടെ ക്രിക്കറ്റ് ലോകത്തിന് നഷ്ടപ്പെട്ടത് 2 പ്രതിഭകളെയാണ്. ഒരാൾക്ക് പരിക്കാണ് വിനയായതെങ്കിൽ മറ്റൊരാൾക്ക് വിനയായത് അവസരങ്ങളുടെ അഭാവമാണ്. വിൽ പ്യൂക്കോസ്കിയും ബരീന്ദർ സ്ലാനും.